അപ്പം ദർശനം കൂടുതൽ ആളുകൾക്ക് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക സങ്കല്പ പ്രാർത്ഥന ചെയ്യണം. അതിനായിട്ട് ഈ വരുന്ന അടുത്തൊരു ദിവസം പറഞ്ഞു, അന്ന് മുതൽ 9 ആരാധന കഴിഞ്ഞ് 11 ദിവസം ദർശനം കൂടുതൽ ആളുകൾക്ക് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പ്രാർത്ഥന. 9 ആരാധന കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഭസ്മവും തീർത്ഥവും വാങ്ങിച്ചിറങ്ങിയിട്ട് ആശ്രമത്തിൻ്റെ പുറത്തോട്ടിറങ്ങി വലത്തോട്ട് തിരിഞ്ഞ് അപ്പുറത്തെ തെക്ക് വശത്തുള്ള റോഡിൽ കൂടെ ആശ്രമത്തിൻ്റെ പിറകിലെ തറിയുടെ ഭാഗത്തൂടെ കറങ്ങി അങ്ങനെ 3 റൗണ്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥന ആരംഭിച്ചു. അപ്പം ആ സമയത്ത് ഞാൻ ആശ്രമത്തിൻ്റെ അടുക്കളയിലാണ് കർമ്മം ചെയ്യുന്നത്. അപ്പോൾ ഈ ആശ്രമത്തിൻ്റെ അടുക്കളയിൽ നിന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് ഈ ചൂട് അടുപ്പിൻ്റെ ചുവട്ടിലെ ചൂടും അത് കഴിഞ്ഞ് ഈ സോപ്പും ചാരവും ചേർത്ത് ചവിട്ടിയിട്ട് വെള്ളത്തിലൂടെ ചവിട്ടി കഴിയുമ്പോഴത്തേക്കും കാലിൻ്റെ അടിയിലെ തൊലി സോഫ്റ്റായിട്ട് അത് അസിഡിറ്റി പോലെ അലിഞ്ഞു പോയിട്ട് സോഫ്റ്റാകും, കാല് നല്ല ചുമക്കും. അപ്പോൾ ഈ കല്ലിലൊക്കെ ചവിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് കാലിൻ്റെ അടിയിൽ തോർത്ത് കീറി വെച്ച് കെട്ടിയിട്ട് ഈ ഇതിൽ കൂടെ നടന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ എനിക്ക് സ്പീഡ് കുറവാണ്, കാലിൻ്റെ അടിയിൽ തൊലി ഇല്ലാത്തതുകൊണ്ട് നടക്കുമ്പം വേദനയുണ്ട് കല്ലി ചവിട്ടുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ഏറ്റവും പിറകിലായിട്ട് നടക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ആശ്രമത്തിലെ നിന്നിരുന്ന നമ്മുടെ കരമന രാജൻ ചേട്ടനും മരിച്ചുപോയ സത്യമാവനും ഒക്കെ ഉണ്ട്. പ്രായമായ അമ്മമാരുടെ കൂടെയാണ്, ഏറ്റവും പിറകിലാണ്. അപ്പം നടന്ന് ആ തെക്ക് ഭാഗത്തെ റോഡിലെത്തിയ സമയത്ത് അവിടെ 2-3 കടയുണ്ട്. ആ ഭാഗത്തെത്തിയപ്പോൾ ഇപ്പോഴും ആ കടകൾ അവിടെ ഉണ്ട്. അവിടെ എത്തിയപ്പോൾ കടയുടെ പിറകിൽ നിന്നൊരു നായ്ക്കുട്ടി, ഒരു 5 ഇഞ്ച് 6 ഇഞ്ച് പൊക്കം വരുന്നൊരു കുഞ്ഞു നായ്ക്കുട്ടി ഈ യാത്രയുടെ കൂടെ, ഈ പ്രാർത്ഥനയുടെ കൂടെ കോൺവേ ആയിട്ട് പോകുന്നവരുടെ കൂടെ വരിയായിട്ട് ഇങ്ങനെ പോവുക, അതിൻ്റെ കൂടെ നടക്കാൻ തുടങ്ങി. അപ്പോൾ ഈ രാജേണൻ ആദ്യം പട്ടിയെ അടിച്ചോടിക്കാൻ മീൻസ് അതിനെ ആട്ടി ഓടിക്കുമ്പം ശകലം അങ്ങോട്ട് മാറിയിട്ട് പിന്നെയും ഈ കോൺവേയിൽ എനിക്കും ഒരു അവകാശമുണ്ട് ഈ പ്രാർത്ഥിക്കാൻ എന്ന മട്ടിൽ ഈ പട്ടിക്കുഞ്ഞ് പിന്നെയും ഈ ലൈനിൽ കയറും, ആൾക്കാരുടെ ഇടയിലൂടെ ഇങ്ങനെ നടക്കും. അപ്പോൾ ഈ സത്യമാമൻ കല്ലെടുത്ത് എറിഞ്ഞ് ഓടിച്ചു. അന്നത്തെ പ്രാർത്ഥനയിൽ ഈ 3 പ്രാവശ്യം റൗണ്ട് ചെയ്യുമ്പോഴും ഈ പട്ടി ഇതിൻ്റെ കൂടെ നടക്കാൻ ശ്രമിച്ചു, ഇവർ ഓടിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് ഗുരു അറിയിക്കുകയുണ്ടായി, ആ നായ്ക്കുട്ടിയെ ഇനി ആരും ഓടിക്കരുത്, അതതിൻ്റെ കൂടെ നടന്നോട്ടെ, ആരും ശല്യം ചെയ്യരുത്, ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്രാർത്ഥന പൂർത്തിയായി. അതിനുശേഷം എല്ലാവരെയും ഗുരുവിൻ്റെ ഷെഡിൻ്റെ ചുറ്റുമായിട്ടിരുത്തി ഗുരു ആർക്കെങ്കിലും എന്തെങ്കിലും അനുഭവം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും അങ്ങനെ അനുഭവത്തെക്കുറിച്ച് ഗുരു സംസാരിക്കുകയും സാക്ഷാത്കാര അനുഭവം എങ്ങനെയാണ് വരുന്നതെന്നും ഗുരുവിൻ്റെ അനുഭവങ്ങളെക്കുറിച്ചും ഗുരു സംസാരിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് ഗുരു പറഞ്ഞെന്തെന്ന് വെച്ചാൽ, ഈ നായ്ക്കുട്ടിയായിട്ട് അവിടെ കൂടെ ഓടിയ ആ ജീവൻ ഒരു ജന്മത്ത് ഗുരുവിൻ്റെ കൂടെ സന്തത സഹചാരിയായി ജീവിച്ച ഒരു വ്യക്തിയായിരുന്നെന്നും ആ വ്യക്തി ആ ജന്മത്ത് ഗുരുവിനെ അവിശ്വസിച്ച് ഈ ആശയം ഗുരുവിൻ്റെ അടുത്തുനിന്ന് വിട്ട് ഓടിപ്പോയ ആളാണെന്നും അതിനുശേഷം ഇപ്പം ഈ നായ്ക്കുട്ടിയായി ജനിച്ചു വന്നിട്ട് ആ കർമ്മം പൂർത്തിയാക്കാനുള്ള ശ്രമമായിരുന്നു ആ പ്രാർത്ഥനയിൽ പങ്കെടുത്തതെന്നും അതുകൊണ്ട് ആ പട്ടിയെ ഉപദ്രവിക്കാൻ പാടില്ലെന്നും പറയുകയും, സാധാരണ ആശ്രമത്തിൽ നായ്ക്കുട്ടിയെ അങ്ങനെയൊന്നും വളർത്താറില്ലായിരുന്നു, പക്ഷേ ഈ പട്ടിക്കുട്ടിയെ ആശ്രമത്തിൽ വളർന്നോട്ടെ എന്ന് ഗുരു പെർമിഷൻ കൊടുത്തു. എന്ന് മാത്രമല്ല, നിസ്സംഗാജനനിയോടും 1-2 ജന്യമാരെയും പ്രത്യേകം ഗുരു ഡ്യൂട്ടി ഏൽപ്പിച്ചു, ഈ നായ്ക്കുട്ടിക്ക് കൃത്യമായി ഭക്ഷണം എത്തിച്ചു കൊടുക്കണം. പിന്നെ എല്ലാ ദിവസവും ഇവരുടെ ഒരു ദൗത്യമാണ് ഈ പട്ടിക്കുട്ടിയെ തേടി കണ്ടുപിടിച്ച് അതിന് ഫുഡ് എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നത്. ആശ്രമത്തിലെ അടുക്കളയിലെ ഫുഡോ കെട്ടിടത്തിൽ നിന്നോ ഫുഡ് ഇതിനെത്തിച്ചു കൊടുക്കും. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പട്ടിക്കുഞ്ഞ് കുറച്ചുകൂടെ പൊക്കം വെച്ചു, ഒരു 12 ഇഞ്ച് ഒരടിയുടെ പൊക്കമൊക്കെ ആയ സമയത്ത് ഈ പട്ടിക്കുഞ്ഞ് അതിലെ റോഡിൽ കൂടെ പോയ പട്ടിക്കുഞ്ഞിൻ്റെ പേടി മാറി, മനുഷ്യരോടുള്ള പേടി പൂർണ്ണമായിട്ടും മാറി. നിസ്സാരമായിട്ട് റോഡിൽ കൂടെ നടക്കവേ ഒരു വണ്ടി തട്ടി ഈ പട്ടിക്കുഞ്ഞ് മരിച്ചുപോയി. അപ്പോൾ ഈ ആഹാരം കൊടുത്തുകൊണ്ടിരുന്ന ജന്യമാർക്കെല്ലാം തന്നെ ഭയങ്കര വിഷമമായി, അവർക്കെല്ലാം ഭയങ്കര സങ്കടമായി. അങ്ങനെ അവരുടെ സങ്കടം കണ്ടിട്ട് ഗുരു പിന്നെയും വിളിച്ചുകൂട്ടി സംസാരിച്ചു ആശ്രമത്തിലെ അന്തേവാസികളെ. നിങ്ങളാരും വിഷമിക്കേണ്ട കാര്യമില്ല, അവൻ്റെ ആ ജന്മത്തെ കർമ്മം പൂർത്തിയാക്കാൻ മാത്രമാണ് അവൻ വന്നത്. ആ കർമ്മം അവൻ പൂർത്തിയാക്കി, അവൻ മാപ്പ് പറഞ്ഞ് അതിൻ്റെ ഭാഗമായിട്ടാണ് അതിൽ പങ്കെടുത്തത്. അതുകൊണ്ട് അവൻ ജീവൻ ആ ഒരു പ്രശ്നം കടന്നു പോയതാണ്, ആരുടെയും വിഷമത്തിൻ്റെ കാര്യമില്ല എന്നാണ് അന്ന് ഗുരു
അവിടെ ഉണ്ടായിരുന്ന എല്ലാവരോടുമായിട്ട് സംസാരിച്ചത്. ഇതാണ് എൻ്റെ ഓർമ്മയിൽ വന്ന ഒരനുഭവം. രണ്ടാമത് ഒരനുഭവം പറഞ്ഞാൽ, ലോകിതാക്ഷേട്ടൻ്റെ കോഴിക്കോട് പി കൃഷ്ണൻ എന്ന് പറഞ്ഞ ആളിൻ്റെ മകൻ ലോകിതാക്ഷൻ എന്ന് പറഞ്ഞ ആളിൻ്റെ വീട്ടിൻ്റെ പാലുകാച്ചിനായിട്ട് ഗുരു പോകുന്നു. ഗുരുവിനോടൊപ്പം 3-4 കാറുകളിലും ബസ്സിലുമൊക്കെ ആയിട്ട് കുറച്ച് പേര് ഗുരുവിനെ അനുധാവനം ചെയ്യുന്നുണ്ട്. ഗുരു ലോകിതാക്ഷേട്ടൻ്റെ വീട്ടിലെത്തി. സന്യാസിമാരെല്ലാം ഉണ്ട്, ജന്യന്മാരുണ്ട്. ഗുരു വീട്ടിനകത്ത് കിടന്നു. ഗുരുവിനെ ശുശ്രൂഷ ചെയ്തു. ഗുരുവിനുള്ള ഭക്ഷണങ്ങളൊക്കെ അവർ കൊടുത്തു. വീട്ടുകാർ മാറി മാറി വിളമ്പി കൊടുത്തു. ഗുരുവിനോടൊപ്പം സമയം ചെലവിട്ടു. ഗുരു അവിടെ വിശ്രമിച്ചു. ഉച്ച അടുക്കാറായപ്പോൾ, ഒരു 12 മണിയൊക്കെ അടുക്കാറായപ്പോൾ ഗുരു പതുക്കെ ഗുരുവിൻ്റെ റൂമിൽ നിന്നും, പൂജാമുറിയിൽ നിന്നും ഗുരു പതുക്കെ സ്വാമിയുടെ കൈ പിടിച്ച് വീട്ടിൻ്റെ ഉമ്മറത്തോട്ട് വന്നു. അപ്പോൾ ഉമ്മറത്ത് ആ പ്രധാന കതവിൽ, ലോകിതാക്ഷേട്ടൻ്റെ വീട്ടിൻ്റെ പ്രധാന കതവിൽ ഒരു സിംഹം ഒരു റിങ് കടിച്ചു പിടിച്ചിരിക്കുന്ന ഒരു നോക്കിംഗ് റിങ് ഉണ്ടായിരുന്നു. ഇത് കണ്ടപ്പോഴേ ഗുരു പറഞ്ഞു, അപ്പോൾ പുതിയ വീടാണ്, അതിമനോഹരമായിട്ട് വെച്ചിരിക്കുന്ന ഒരു വീടാണ്. ആ വീട്ടിലെ ഫാനുകളൊക്കെ തന്നെ, ഫാനിനകത്ത് പിന്നെ ലൈറ്റുകളൊക്കെ ഉള്ള, ഡെക്കറേറ്റീവായിട്ടുള്ള ലൈറ്റൊക്കെ ഉള്ള, അന്ന് കണ്ടിട്ടുള്ള ഏറ്റവും മനോഹരമായ വീട്. അപ്പോൾ ലോകിതാക്ഷേട്ടൻ പറഞ്ഞു, എൻ്റെ ഈ വീട്ടിൻ്റെ ഫ്രണ്ട് കതവിലെ കൊത്തുപണിക്കിടയ്ക്കുള്ള ഈ സിംഹത്തിൻ്റെ ആ രൂപത്തെ ഗുരു പറഞ്ഞ് എടുത്ത് കളയണം, അതവിടെ ഇരിക്കരുത്. അങ്ങനെയുള്ള രൂപങ്ങൾ വെക്കുന്നൊരു രീതി ബ്രിട്ടീഷുകാരുടെ ഇടയിലുണ്ട്. സിംഹത്തിൻ്റെ രൂപം വീട്ടിൻ്റെ മുമ്പിൽ വെക്കുക, അല്ലെങ്കിൽ കഴുകൻ, അല്ലെങ്കിൽ തോക്ക്, അങ്ങനെ ഭയം ജനിപ്പിക്കുന്ന വസ്തുക്കൾ വീട്ടിൻ്റെ ഉമ്മറത്ത് പ്രദർശിപ്പിക്കുന്നൊരു രീതി നമ്മുടെ ബ്രിട്ടീഷ് സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ വീട്ടിൽ സൂക്ഷിച്ചാൽ വീട്ടിലെ അല്ലലും അല്ലെങ്കിൽ രോഗം പീഡകൾ മാറില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഐശ്വര്യക്കേടാണ്, അത് മാറ്റണമെന്ന് നിർബന്ധമായി പറഞ്ഞിട്ട് അത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് ലോകിതാക്ഷേട്ടൻ്റെ പഴയ കതവ് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നെങ്കിൽ അത് ഇളക്കിക്കളഞ്ഞതിൻ്റെ അടയാളം ആ ഡോറിലുണ്ടായിരുന്നു. ഞാൻ പിന്നെ ചെന്നപ്പോഴതുണ്ടായിരുന്നു. എന്നിട്ട് ഗുരു അവരെ വീട്ടിൻ്റെ സിറ്റൗട്ടിൽ നിന്നും താഴോട്ടിറങ്ങി. അപ്പോൾ ആ തൊട്ടടുത്ത മതിലിൻ്റെ അപ്പുറത്തൊരു ITI ആണ്. ITIയിൽ പഠിക്കുന്ന കുറച്ച് കുട്ടികൾ, അന്ന് ITC എന്നും പറഞ്ഞ് ITIയുടെ പാരലായിട്ട് ക്ലാസ് എടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അവിടെ പഠിക്കുന്ന കുറച്ച് കുട്ടികളിങ്ങനെ എത്തി വലിഞ്ഞ് അപ്പോൾ ഗുരുവിനെ ഇങ്ങനെ നോക്കുവാണ്. അപ്പോൾ അവർക്കൊരു കൗതുകമാണ്, വളരെ വെളുത്ത് തുടുത്തിരിക്കുന്ന, ചുമന്ന് തുടുത്തിരിക്കുന്ന ഗുരുവിനെയും, വെള്ള വസ്ത്രം ധരിച്ച ഗുരുവിനെ കയ്യിൽ പിടിച്ച് നടക്കുന്ന സന്യാസി, ചുറ്റും തൊഴുത് കൈകളോടെ നിൽക്കുന്ന വിശ്വാസികൾ. ആ കുട്ടികൾ കൗതുകത്തോടെ ഗുരുവിനെ ഇങ്ങനെ നോക്കി നിന്നപ്പോൾ ഗുരു ചോദിച്ചു, അതെന്താണ് ആ കുട്ടികൾ അവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇതൊരു ITI ആണ്, അവിടെ പഠിക്കുന്ന കുട്ടികളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു അവരെ നോക്കി ചിരിച്ചു. ഗുരു അടുത്ത് നിന്നവരോട് പറഞ്ഞത്, നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനങ്ങൾക്ക് വിശാലമായ മുറ്റം വേണം. അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ പഠിച്ചാൽ മാത്രമേ ആ വിദ്യാഭ്യാസം അവരുടെ ജീവിതത്തിന് ഉതകുകയുള്ളൂ. ഇടുങ്ങിയ സ്ഥലങ്ങളിൽ, ഇടുങ്ങിയ സ്ഥാപനങ്ങളിൽ പഠിച്ചു കഴിഞ്ഞാൽ ആ വിദ്യാഭ്യാസം അവരുടെ ജീവിതത്തിൽ ഉതകാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുകയുണ്ടായി. ഈ വിധത്തിൽ ഗുരുവിനോടൊപ്പം നമ്മൾ ജീവിക്കുന്ന സമയത്ത് ഓരോരോ ഘട്ടങ്ങളിൽ ഓരോരോ അവസരങ്ങൾ വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും സൂചിപ്പിച്ചത് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഞാൻ സാക്ഷ്യം വഹിച്ച 3 സംഭവങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. എൻ്റെ വാക്കുകൾ ഗുരുപാദങ്ങൾ സമർപ്പിക്കുന്നു. സദ്ഗുരേശ്വരൻ. ത്രിവേണി സംഗമത്തിലെ പ്രാർത്ഥനാ സമർപ്പണവുമാണ്. അതിനു വേണ്ടി എല്ലാവരും തയ്യാറെടുക്കണം.